നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു മെയിൻ കൺസേൺ ആണ് ഇവിടുത്തെ ഫുഡ്. അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഫുഡ് ഐറ്റംസും ഇവിടെ കിട്ടുമോ, ഇവിടുത്തെ ഒരു ഫുഡ് സ്റ്റൈൽ എന്താണ്, ഇങ്ങനെ ഒരുപാടധികം ടെൻഷൻസ് അവരുടെ എല്ലാവരുടെയും മൈൻഡിലുണ്ടാവും, പ്രത്യേകിച്ച് നമ്മുടെ പേരൻസിന് അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാനൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നോ ഫ്രിൽസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്കാണ്. എല്ലാവർക്കും അറിയായിരിക്കും, കാനഡയിലുള്ള ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു ഡിസ്കൗണ്ട് സൂപ്പർ മാർക്കറ്റ് ചെയിനാണ് നോ ഫ്രിൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ എസെൻഷ്യൽ ആയിട്ടുള്ള ഗ്രോസറി ഐറ്റംസും വളരെയധികം ലോവർ പ്രൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നോ ഫ്രിൽസിൻ്റെ ഒരു സ്ലോഗൻ ഉണ്ട്, വോണ്ട് ബി ബീറ്റ് എന്നാണ്. അതെന്ന് വെച്ചാൽ ലോ പ്രൈസിനോടുള്ള അവരുടെ കമ്മിറ്റ്മെൻറ്റ് എംബസൈസ് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ സ്ലോഗൻ തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഇവിടുത്തെ പ്രൊഡക്ട്സൊക്കെ എത്രത്തോളം അഫോർഡബിൾ ആയിരിക്കും എന്നുള്ളത്. പിന്നെ ഇവിടെ ഒരുപാടധികം വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. അതായത് ഫ്രഷ് പ്രൊഡ്യൂസ് ഉണ്ട്, മീറ്റ്സ് ഉണ്ട്, ഡയറി ഉണ്ട്, ബേക്കറി ഐറ്റംസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നീട് വെറൈറ്റി ടൈപ്സ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഈ ഒരു ഐറ്റം കണ്ടോ, അത് ഞാൻ ഇങ്ങനെ എടുത്തു നോക്കുമായിരുന്നു, എന്താണ് സംഭവം എന്ന് അറിയാൻ വയ്യ. പിന്നെ അതിൻ്റെ ഒരു നെയിം ടാഗ് ഒന്നും അവിടെ കൊടുത്തിട്ടില്ലായിരുന്നു. എല്ലാത്തിൻ്റെയും പ്രൈസ് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാത്തിനും $2, $5 അങ്ങനെ വളരെയധികം അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇത് വൈറ്റ് ഓണിയൻ ആണ്. ഇതാണ് നമ്മൾ കൂടുതലും ഇവിടെ മേടിക്കാറ്. റെഡ് ഓണിയൻ ഉണ്ട്, പക്ഷേ അത് ഭയങ്കര സ്വീറ്റാണ്. നമ്മൾ എന്ത് കറി വെച്ചാലും നല്ലപോലെ മധുരിക്കും. ഇതാകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലെ അതൊരു ടേസ്റ്റ് കിട്ടും. പിന്നീട് ഇതെല്ലാം കട്ട് ഫ്രൂട്ട്സ് ആണ്. ഇതെല്ലാം പാക്ക് ചെയ്തിരിക്കുന്നത് ക്ലിയർ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലാണ്. അതിന് സെക്യൂർ ആയിട്ടുള്ള ലിഡും ഉണ്ട്. അതായത് അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സും അതുപോലെ തന്നെ ഹൈജീനും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സൈസ് എന്ന് വെച്ചാൽ സ്മോൾ സ്നാക്ക് സൈസ്ഡ് തൊട്ട് ലാർജർ ഫാമിലി സൈസ്ഡ് കണ്ടെയ്നേഴ്സ് വരെ ഉണ്ട് ഇവിടെ. പിന്നീട് ഒരുപാട് ടൈപ്സ് ഓഫ് മഷ്റൂംസ് നമുക്കിവിടെ കിട്ടും. പിന്നെ ഇതെല്ലാം ലീവ്സ് ആണ്. ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും വെജി കോൺസെൻട്രേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കുറച്ചുകൂടിയൊക്കെ നമ്മൾ മലയാളികളെക്കാട്ടിലും ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. പിന്നീട് ഇതെല്ലാം മീറ്റ് ഐറ്റംസ് ആണ്. ഇതെല്ലാം വെറൈറ്റി ഓഫ് പ്രീ മാരിനേറ്റഡ് ആൻഡ് പ്രീ സീസൺഡ് ആയിട്ടുള്ള മീറ്റ്സ് ആണ്. ഇപ്പോൾ നമുക്കിവിടെ ഗ്രിൽഡ് മീറ്റ്സ് ആയിട്ട് നമുക്ക് ചിക്കൻ, ബീഫ്, പോർക്ക്, പിന്നെ സീ ഫുഡ് ഇതെല്ലാം ഉണ്ട്. ഈ മീറ്റ്സ് എല്ലാം തന്നെ പാക്ക് ചെയ്തിരിക്കുന്നത് വാക്യൂം സീൽഡ് ബാഗ്സോ അല്ലെങ്കിൽ ട്രേസിലോ ആണ്. അതായത് ഫ്രഷ് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ ഈ ഒരു മാരിനേഷൻ മീറ്റിനുള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പാക്കിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇവിടെ നമുക്ക് ഒരുപാടധികം മിൻസ്ഡ് ആൻഡ് ചോപ്ഡ് മീറ്റ്സ് കാണാനായിട്ട് പറ്റും. ഇതെല്ലാം പാക്ക് ചെയ്തിരിക്കുന്നത് റെഡി ടു കുക്ക് ഓപ്ഷൻസ് വെച്ചിട്ടാണ്. അതായത് ഭയങ്കര കൺവീനിയൻ്റ് ആണ് നമ്മൾ കസ്റ്റമേഴ്സിന്. അതായത് നമുക്ക് പ്രിപ്പറേഷനും എല്ലാം സമയം നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റും. ഫിഷിൻ്റെ ഒരുപാടധികം വെറൈറ്റി ഒന്നും ഞാനിവിടെ അങ്ങനെ കണ്ടില്ല. സാൽമൺ, പിന്നെ നമ്മുടെ കൊഞ്ച്, ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ ഇവിടെ ഞാൻ അങ്ങനെ കണ്ടുള്ളൂ. ഞാൻ കാണാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഇതിവിടുത്തെ പിക്കിൾ സെക്ഷനാണ്. ഇതെല്ലാം ഓരോ ടൈപ്പ് ഓഫ് പിക്കിൾസ് ആണ്. എല്ലാം ഉണ്ട് ഇവിടെ. നമ്മളങ്ങനെ നാട്ടിൽ നിന്ന് ഒരുപാടൊന്നും കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. ഇവിടെ ഒന്ന് മേടിച്ചാലും മതിയാവും. അതേ ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിക്കിളിന് വരുന്നത്. അതിനങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരുന്നില്ല. ഇതൊക്കെ മയണൈസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. എല്ലാം കണ്ട് നടക്കുന്നതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ടുള്ള സാധനങ്ങളെല്ലാം പെറുക്കിക്കൂട്ടി ഞങ്ങളുടെ ബാസ്ക്കറ്റിൽ ഇടുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇങ്ങനെ ഓരോ സാധനങ്ങളും ഇങ്ങനെ കണ്ട് നടക്കാനൊരു പ്രത്യേക രസമാണല്ലോ. പിന്നെ എപ്പോഴും പോകുമ്പോൾ കാണാത്ത ചില സാധനങ്ങൾ ഞങ്ങളിങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ കാണാറുണ്ട്.
ഇത് നമ്മുടെ മുട്ട സെക്ഷനാണ്. 12 എണ്ണം 24 എണ്ണം അങ്ങനെ റോ വൈസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാല്, ചെറിയ പാക്കറ്റ് വേണമെങ്കിൽ അങ്ങനെ. ചെറിയ പാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ $5 വലിയ പാക്കറ്റാണ് വേണമെന്നുണ്ടെങ്കിൽ അതിന് $7 $8 അങ്ങനെയാണ് വരുന്നത്. ഇതെല്ലാം നമ്മുടെ ഫ്രോസൺ വെജീസ്, പിന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട ഐസ്ക്രീം സെക്ഷൻ. ഇതൊക്കെ പിസ്സയാണ്. നമ്മൾ ജസ്റ്റ് ഓവനിൽ വെച്ച് ചൂടാക്കി കഴിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ നോഫൽസ് വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി വേറെ വീഡിയോസായിട്ട് കാണാം. സോ ടിൽ ദെൻ ബൈ.